ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം. 4 കൊല്ലം കൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകും, ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ കേട്ടിരുന്നില്ലേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഈ കേരളത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ചോദ്യം? ഇത്തവണ 400, ഇത്തവണ 400. ഇന്ത്യയിലെ മതേതര ശക്തികൾ ആ സ്വപ്നത്തിന്റെ മുനയൊടിച്ചാണ് നരേന്ദ്രമോദിയെ പിന്നെ കൊണ്ടുവന്നത്. നിങ്ങൾ വിചാരിക്കുമ്പോഴൊക്കെ 400ഉം 200ഉം കോരിത്തരുന്ന നാടല്ല ഇത്. ഒരു പരീക്ഷണം. 100 കൊല്ലം നിങ്ങൾ പ്രവർത്തിച്ചതല്ലേ, ഒരു പരീക്ഷണം. എന്നാൽ ഞാനൊരു കാര്യം ഈ ഫാഷിസ്റ്റ് ഗവൺമെന്റിനോട് ചോദിക്കട്ടെ. വഖഫ് ബില്ല് നിങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ അതിൽ ജയിച്ചു. പക്ഷെ വഖഫ് ബില്ല് ഇന്ത്യയിലെ ഏത് അടിസ്ഥാന പ്രശ്നത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്? നിങ്ങൾ NRC കൊണ്ടുവന്നു, നിങ്ങൾ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു, നിങ്ങൾ 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞു. ഏത് പ്രശ്നത്തെയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ പ്രശ്നം? ഇന്ത്യയിലെ സാധാരണ പൗരന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പെട്രോളിന്റെ വില കുറഞ്ഞോ? നിങ്ങൾ ഈ രാജ്യത്തിലെ 11 വർഷമായി ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ നിരന്തരമായി വേട്ടയാടിയിട്ട് രാജ്യത്തിന്റെ പ്രശ്നം മുസ്ലിങ്ങളെ വേട്ടയാടലാണോ? പെട്രോളിന്റെ വിലയല്ലേ? ലോകത്ത് ബാരലിന് $80 ഉണ്ടായിരുന്നത്. ഇന്നലെ ഉള്ളത് $63. ഇന്ത്യ മഹാരാജ്യത്തിലെ 80% വരുന്ന ഹിന്ദു സഹോദരന്മാരും. പക്ഷേ ആ വിലയിളവ് അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മുസ്ലിം വിരുദ്ധമായ ഒരുപാട് ബില്ലുകൾ കൊണ്ടുവന്നു. നിങ്ങൾ GDP-യെ ഉയർത്താൻ കഴിഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കാൻ കഴിഞ്ഞു. എന്തിന്? വർഗീയതയുടെ പേരിൽ നിങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത്? അവരുടെ വിശ്വാസത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ അമ്പലത്തിലെ പൂജാദ്രവ്യങ്ങളുടെ വില കുറച്ചോ ഈ 11 കൊല്ലം കൊണ്ട്? വിശ്വാസികൾക്ക് പൂജ നടത്താനുള്ള അവർ വാങ്ങുന്ന പൂജാദ്രവ്യങ്ങൾക്ക് വില കുറക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? മുസ്ലിങ്ങൾക്കെതിരെ ഈ ബില്ല് കൊണ്ടുവന്നത് കൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിച്ചോ നിങ്ങൾ ഈ ബില്ല് കൊണ്ട്? ലോകോത്തരമായിരുന്ന ഇന്ത്യയുടെ സയൻസ് ഈ സംഘ് പരിവാരത്തിന്റെ ചാണകക്കുണ്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്കറിയാം, സയൻസിൽ ലോകത്തോട് മികച്ചു നിൽക്കാൻ കഴിഞ്ഞോ നമുക്ക്? ഇന്ത്യയുടെ JNU, ഇന്ത്യയുടെ ജാമിയ മില്ലിയ, ഇന്ത്യയുടെ NIT, ഇന്ത്യയുടെ IIM, ലോകോത്തരമായി റേറ്റിംഗിൽ നിന്നിരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ലോകത്തിന്റെ മുമ്പിൽ അപഹാസ്യമാവിധം താഴോട്ട് വരികയല്ലേ? കോളേജിന്റെ ചുമരിൽ ചാണകമൊഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിമരുന്ന് വരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാരായ വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധന്മാരെന്ന് പറയുന്നവരുടെ നാടായി ഇന്ത്യ മാറുകയല്ലേ? നിങ്ങൾ ഈ വഖഫ് ബില്ല് കൊണ്ടുവരുന്നത് കൊണ്ട് എന്താ ഈ രാജ്യത്ത് മാറ്റമുണ്ടാവുന്നത്? നിങ്ങൾക്ക് രാജീവ് ഗാന്ധിയെ അറിയാലോ. ലോകം IT-യിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് രാഹുൽ IT-യിൽ കാണിച്ച ഒരു മികവുണ്ട്. ഇന്ന് നമ്മൾ വലിയ വർത്തമാനം പറയുന്നവരല്ലേ? നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയി നോക്കിയാൽ, ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ ഇന്ത്യയുടെ ടെലിഫോൺ സംവിധാനത്തെ പോലെ മികച്ച സംവിധാനം ഇപ്പോഴുമില്ല. ഇന്ത്യയിൽ ചെറിയ ചിലവിൽ ലഭ്യമാകുന്ന പോലെ ഇന്റർനെറ്റ് ഒരു ഗൾഫ് രാജ്യത്തും ലഭ്യമല്ല. രാജീവ് ഗാന്ധിയുടെ ഏറ്റവും ഗൗരവപ്പെട്ട ഇടപെടലായിരുന്നു അത് അന്നത്തെ കാലത്ത്. ഇന്ന് IT അല്ല, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. തൊട്ടടുത്ത ചൈന DPC കൊണ്ടുവന്നു. അമേരിക്കയുടെ AI വിറപ്പിച്ച് ലോകത്ത് ട്രില്യൺ കോടികളാണ് അവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചൈന. നമ്മൾ കോളേജിൽ ചാണകം തെളിച്ചു കളിക്കുകയാണ്. നിങ്ങൾ ഈ ബില്ല് കൊണ്ട് എന്തുപകാരമാണ് ഉണ്ടാക്കിയത് ഈ രാജ്യത്ത്? ഈ ബില്ല് കൊണ്ടുവരിക വഴി ഒരു കാര്യം BJP അറിയണം: നിങ്ങൾ ജയിക്കുകയല്ല ചെയ്തത്, നിങ്ങൾ തോൽക്കുകയാണ്. ഈ ബില്ല് കൊണ്ട് നിങ്ങൾ തോൽക്കുകയാണ്. എന്തെന്നറിയുമോ? നിങ്ങൾ വിചാരിച്ചത് അഭിമന്യരായ നേതാക്കന്മാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സമൂഹത്തെ വേർതിരിക്കാമെന്നാണ്, വിഭജിക്കാമെന്നാണ്. എന്നാൽ 11 വർഷം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ മൗലികതയുടെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു ഇന്ത്യയുടെ പാർലമെന്റ്.